മേഘ് സലാംക എന്നൊരു പേര് കലാരംഗത്ത് ആർക്കും അപരിചിതമായിരിക്കില്ല. സുപരിചിതമായൊരു പേരാണ് മേഘ് സലാംക. 30 വർഷക്കാലത്തോളമായി മാക്സ് ഓർക്കസ്ട്രയിൽ നിന്ന് ഇപ്പോൾ മാക്സ് മ്യൂസിക് ബാൻഡായി മാറിയിരിക്കുന്ന സലാംകയാണ് സ്വാഗതം ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലെ കലാജീവിതത്തിൻ്റെ തുടക്കം ഇവിടെ ഖത്തറിൽ വെച്ചിട്ടുണ്ട്. ഖത്തറിൽ തന്നെയായിരുന്നു. ഖത്തറിലാണ് ഞാനിവിടെ എത്തുന്നത് 1988 ഖറാഫ സൂഖിൽ അലി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഷോപ്പിലാണ് ഞാൻ ഇവിടെ ജോലിയായിട്ട് എത്തുന്നത്. ആ ഒരു സമയം തന്നെ തുടങ്ങിയതാണ് നമ്മളൊരു സ്ഥാപനം എന്ന രൂപത്തിൽ സരിഗ മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക്. സരിഗ മ്യൂസിക് ഇപ്പോഴും ഖത്തറിൽ ഉണ്ട്. അന്ന് ഞാൻ അതുപോലെ തന്നെ നമ്മളെ കൂടെ ആശിം പുത്തൂർ, നൂറുദ്ദീൻ മരിച്ചുപോയി, അദ്ദേഹം കരീം, അദ്ദേഹം ഈ അടുത്ത് മരിച്ചു, ക്വാളിറ്റി ശംസുദ്ദീൻ, അവരൊക്കെ നമ്മൾ ആ ഒരു 5 പേര് കൂടി തുടങ്ങിയ മ്യൂസിക്കൽ ട്രൂപ്പാണ് സരിഗ മ്യൂസിക്. അന്ന് മലയാളി ഓർക്കസ്ട്രയായിട്ട് എക്കോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമത്തെ ട്രൂപ്പാണ്. ആ ഒരു കാലഘട്ടത്തിലുണ്ടായ ഒരു തുടക്കമാണ് എൻ്റെ സംഗീതത്തിൻ്റെ ഈ ഒരു യാത്രയിലെ ഫസ്റ്റ്. അപ്പോൾ എന്നതിന് ശേഷം നാട്ടിൽ വീണ്ടും സജീവമായി ഓർക്കസ്ട്ര, പിന്നണി ഗായകന്മാർ, അതുപോലെ റിയാലിറ്റി ഷോ ആർട്ടിസ്റ്റുകൾ, അതുപോലുള്ള എല്ലാ കലാകാരന്മാരെയും, കൊല്ലം ഷാഫി, ആഷിഖ് മുതൽ എല്ലാ കലാകാരന്മാരും, കണ്ണൂർ ഷെരീഫ് വെച്ച് കുറേ ഗാനമുള്ള പരിപാടിയായിട്ട് സജീവമായിട്ട് നാട്ടിൽ തന്നെ സെറ്റിലായിരുന്നു. അത് വർഷങ്ങളായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. മാഷാ അല്ലാഹ്. അതിൽ ഇപ്പോൾ നാച്ചു കാലിക്കറ്റ്, നിങ്ങളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ നാച്ചു കാലിക്കറ്റിനെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് 3 വർഷം മുമ്പാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ കോളിലൂടെ എനിക്ക് കാണിച്ചു തന്നതാണ് നാച്ചുവിനെ. ഞാൻ അങ്ങനെ കാണുകയാണ് നാച്ചുവിൻ്റെ വീഡിയോയിൽ ഒരു നല്ലൊരു പാട്ട് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്യാച്ചായി. ഉടനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇയാൾ എവിടെയുള്ളതാണ്? അതെല്ലാം നമുക്ക് പറയാൻ സ്ഥലം, ആളെങ്ങനെയാണ്? പറഞ്ഞു സൂപ്പറാണ്, എനിക്ക് ഇദ്ദേഹത്തെ നേരിട്ട് കാണണം, ഒരു അവസരം ഉണ്ടാകും. പക്ഷേ കൊറോണൻ്റെ ആ ഒരു സമയമൊക്കെ ആയത് കാരണം നമുക്ക് കണ്ടുമുട്ടൽ ചെറിയ പ്രയാസമാണ്. എങ്കിലും ഞങ്ങൾ അതിനു വേണ്ടി ഞങ്ങളൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ആലപ്പുഴ ഒരു ബോട്ടിംഗ് ട്രിപ്പിൽ ബോട്ടിനകത്ത് 5000 വാട്ട് സൗണ്ട്സൊക്കെ വെച്ചിട്ട് വലിയൊരു സെറ്റപ്പോടെ നാച്ചു മാത്രം ഞാനും ഇരുന്നു. ഞാനൊരു പെർക്യൂഷൻ ആർട്ടിസ്റ്റാണ്. ജസ്റ്റ് ഒരു ബോങ്കോസ് എന്ന് പറഞ്ഞാൽ അതും ടാമറിനൊക്കെ വെച്ച് ഞങ്ങൾ ബോട്ടിൽ ഒരു ദിവസം തുടർച്ചയായിട്ടുള്ള ഒരു പാട്ട് പരിപാടിയാണ്. അദ്ദേഹം അന്ന് കുറേ നല്ല നല്ല പാട്ടുകൾ പാടിത്തന്നു. പിന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന കുറേ പാട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ആ ദിവസം ഞാൻ അദ്ദേഹത്തിനോട് അവിടെ നിന്ന് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ പോലെ ഇത് പ്രൊഫഷനായിട്ട് എടുക്കണം. അതിലൂടെ പിന്നെ ഉള്ളൊരു ജൈത്ര യാത്ര തന്നെയാണ് നാച്ചുവിൻ്റെ ഇതേവരെയുള്ള മാക്സിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ സാധിച്ചത്.